എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശിവൻ ബാലേന്ദ്രനെ വിളിക്കുന്നു. വന്നതിൻ്റെ ലക്ഷ്യം ബാലേന്ദ്രനെ നേരത്തെ അറിയിക്കണ്ടേ, അതിനു വേണ്ടിയാണ് വിളിക്കുന്നത്. ഫോൺ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ട് ബാലേന്ദ്രന്. അതുകൊണ്ട് എന്തുകൊണ്ട് ശിവേട്ട കാര്യങ്ങൾ പറ എന്നിങ്ങനെ പറയുക. അന്നേരം ചോദിക്കുന്നുണ്ട്, അവിടെ എന്തുണ്ട് വിശേഷം, നിൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അസുഖമൊക്കെ എത്രയോ ഭേദം എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അന്നേരം അവിടുന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിനക്ക് അസുഖമുള്ളപ്പം നീ എന്തിനാണ് വേറെ ടെൻഷനൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ കിട്ടിയത് കൈതിക്കൽ വീട്ടിൽ നിന്നാണ് എന്ന്. അന്നേരം ശിവൻ തിരിച്ചു ചോദിക്കുന്നു, ഞങ്ങൾ ഇവിടുന്ന് ഒരു പെണ്ണിനെ മാത്രമല്ല അങ്ങോട്ട് തന്നോളൂ, ടെൻഷൻ തന്നില്ലായിരുന്നല്ലോ എന്ന്. അന്നേരം ബാലൻ പറയുന്നുണ്ട്, അവൾ ആ ഇലിക്കുന്നിനേക്കാൾ വലിയ ടെൻഷനല്ലേ എന്നാണ് പറയുന്നത്. അന്നേരം പറയുന്നുണ്ട്, ആ ടെൻഷൻ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ മാത്രമല്ല, രാജീവൻ വന്നിട്ടുണ്ട്, അതുപോലെ രാവുണ്ണി മാമയുടെ മക്കളും എല്ലാവരും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരൊക്കെ വരുന്നുണ്ടോ? വന്നിട്ട് ടെൻഷൻ തീർക്കണം. അങ്ങനെ ടെൻഷൻ തീർക്കുന്ന കാര്യം ആത്മാർത്ഥമായിട്ടാണ് ഏട്ടൻ പറഞ്ഞതെങ്കിൽ അവിടെ ഇപ്പോൾ വൈജ് കാണുമല്ലോ, അവളെ പറഞ്ഞ് ഉപദേശിച്ചാൽ മതി എന്ന് പറയുവാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അവളോട് ഞാൻ ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞത് അവിടെ നിൻ്റെ വീട്ടിലാണ് ടെൻഷൻ എന്നാണ്. ആ ടെൻഷൻ ഞങ്ങളങ്ങ് വരും, തീർക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് തീർക്കാനാണെങ്കിൽ ഇത്തിരി വിഷമിക്കുമെന്ന് പറയുമ്പോൾ വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആ ടെൻഷൻ തീർത്തിട്ടേ ഞങ്ങൾ തിരിച്ചു പോരുള്ളൂ എന്ന് പറയുവാണ്. ആയിക്കോട്ടെ, ഞാനിവിടെ തന്നെ കാണും, നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ ഫോം വയ്ക്കുന്നത്. ഫോൺ വെച്ച് കഴിയുമ്പം ബാലന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഫോൺ എടുത്ത് കട്ടിലേക്ക് ഒരു ഏറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം റൂമിൽ അലീന നിൽപ്പുണ്ട്. അലീന നല്ല ടെൻഷനിലാണ്. അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താച്ചാ ചെയ്യണ്ടേ, പോകണോ അതോ ഇവിടെ നിൽക്കണോ, ഞാൻ എറണാകുളത്തേക്ക് പോയാലോ, ഞാനിവിടെ ഇല്ലെങ്കിൽ അവർ വന്നിട്ട് തിരിച്ചു പോകില്ല, അന്നേരം പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അന്നേരം ബാലൻ പറയുന്നുണ്ട്, അങ്ങനെ നീ പോയാലും പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല, പക്ഷെ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് വലിയ പ്രശ്നമാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, ഇല്ലെന്നേ, ഞാൻ മാമച്ചായൻ അങ്കിളിൻ്റെ വീട്ടിലോട്ടല്ലേ പോകുന്നത്, ആ വീടൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്നാൽ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കട്ടെ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലൻ പറയുന്നുണ്ട്, അവർ വന്നിട്ട് എന്ന് പോകും എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഏതായാലും മോളെ നീ പൊയ്ക്കോ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീനയ്ക്കും ആകെ ടെൻഷനാട്ടോ, ബാലേന്ദ്രനെ തന്നെയാക്കിയിട്ട് പോകണം. പിന്നെ അലീനയോട് പൊയ്ക്കോ എന്ന് പറയുമ്പോഴും ബാലൻ്റെ മുഖത്ത് കുറേ ടെൻഷനും വിഷമമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അലീനയും വിഷമിച്ചാണ് റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. അത് കഴിഞ്ഞ് അലീന രേവതിക്കുട്ടിയെ വിളിക്കുക. എന്നിട്ട് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരിക്കുമായിരുന്നു, അന്നേരം ഇവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറയും. എന്നിട്ട് അവിടെ ഇനിയും പ്രശ്നമോ, അതെന്ത് പ്രശ്നമാണ് ചേച്ചി എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, നാളെ അവിടുന്ന് കൊല്ലപ്പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, ബാലേന്ദ്രൻ സാറിനെ കാണാനാണ്, മേഡത്തിൻ്റെ വീട്ടിലെ ആൾക്കാരാണ് അവരെല്ലാവരും, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ, മേഡം എന്നോട് മിണ്ടരുത് അവരുടെ പേര്, എനിക്ക് അവരുടെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമല്ല എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അലീന അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അച്ഛനോ, അതാരാ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് നേരിട്ട് പറയാം, അത് കുറേ പറയാനുണ്ട് മോളെ എന്നാണ് പറയുന്നത്. അന്നേരം അലീനയ്ക്ക് നല്ല ടെൻഷനാണ് ഇവിടുന്ന് പോരാൻ എന്ന് തോന്നുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ബസ്സിന് കയറി വന്നോളാം വരുവാണെങ്കിൽ തന്നെ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ നോക്കട്ടെ മോളെ, ഞാൻ നിന്നെ വിളിക്കാം, ഞാൻ ഇവിടുന്ന് പോരുന്ന കാര്യം പറയുമ്പം ബാലേന്ദ്രൻ സാറിന് ആകെ ടെൻഷനാണ്, സാറിനെ തന്നെ ആക്കിയിട്ട് വരാനും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ കാര്യങ്ങളൊക്കെ അറിയിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ്. ഫോം വെച്ചതിന് ശേഷം രേവതിക്കുട്ടി മാമച്ചാനും ഗ്രേസിയമ്മയ്ക്കുള്ള ചായയും ചെറുകടിയൊക്കെ ആയിട്ട് ചെല്ലും. എന്നിട്ട് രണ്ടുപേരോട് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ചായയൊക്കെ എടുത്ത് കൊടുക്കും. അതിനിടയ്ക്ക് രേവതിക്കുട്ടി എന്നും പറയുന്നതിൽ കുറച്ച് കുസൃതിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ പറയുവാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അലീന ചേച്ചി ഇങ്ങോട്ട് വരാനിരുന്നതാണ്, അന്നേരമാണ് അവിടുത്തെ ആ മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ബാലേന്ദ്രൻ സാറിനോട് ചോദിക്കാനും അവിടുത്തെ പ്രശ്നം തീർക്കാനുമായിട്ട് ചെല്ലും എന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഇനി അലീന ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ആകെ ടെൻഷനാകും എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവളവിടെ നിൽക്കുന്നത്, അവിടെ നിന്ന് പോകണോ എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയുവാണ്, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ചേച്ചിക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ട് എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ തിരിച്ച് കയറണമെന്ന് ആർക്കാ നിർബന്ധം, അവളെ കണ്ടുകൂടാത്ത കുറേ മനുഷ്യരുടെ നടുക്കേക്ക് അവൾക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ചേച്ചിക്ക് ടെൻഷൻ, അവരുടെ എല്ലാം നടുക്ക് ബാലേന്ദ്രൻ സാറിനെ തന്നെ ഇട്ടിട്ട് പോരണ്ടേ എന്ന് ചോദിക്കുക. അന്നേരം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, തന്നെയാണോ, ഭാര്യയും മക്കളും ഒക്കെ കൂടെ ഇല്ലേ എന്ന്.
അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് അവരെല്ലാം മറു സൈഡല്ലേ, അതാണല്ലോ പ്രശ്നമെന്ന്. എന്നിട്ട് രേവതിക്കുട്ടി പറയുവാണ്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ചേച്ചിയെ തന്നെ ഇങ്ങോട്ട് വിടാനല്ലേ ബാലേന്ദ്രൻ സാറിനും ടെൻഷൻ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം, എന്നിട്ട് ചേച്ചീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. അന്നേരം ചേച്ചിക്കും ടെൻഷനില്ല, നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് വയ്ക്കും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ഗ്രേസിയമ്മ പോകണോ എന്ന് വയ്ക്കുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട് പണ്ട് വെള്ളം പോകുന്ന പുറകെ മീനായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഈ മീൻ പോകുന്ന പുറകെ നമ്മൾ പോകേണ്ട അവസ്ഥയായി എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് അതിന് ഞാൻ ചെറിയ മീനില്ലേ, നിങ്ങളൊക്കെ തിമിംഗലമല്ലേ എന്നും പറയുന്നുണ്ട്. എന്തായാലും അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അലീനെ വിളിക്കാൻ വേണ്ടി പോരാം എന്ന് തന്നെ അവരെല്ലാവരോടും തീരുമാനിക്കുന്നുണ്ട്. ഈ സമയം ഇവിടെ അലീനയും കൃഷ്ണമോളും കൂടെ ചായയും അതുപോലെ ഒരു ബോളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അന്നേരം അതിലൂടെ അങ്ങ് പാസ് ചെയ്യുന്ന ബബിതയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു മോഹം, അതിന് ഇത്തിരി ഭക്ഷണത്തോട് ഇത്തിരി ആഗ്രഹം കൂടുതലാണല്ലോ. പയ്യെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കും. അങ്ങനെ അവർ കഴിക്കുന്ന കണ്ടുകൊണ്ട് അവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് പുറത്ത് വൈജയന്തി വന്ന് നിൽക്കുന്നത്. വൈജയന്തി അകത്തോട്ട് കയറി വരുന്നത് നാളെ ഇവിടെ വലിയ പട നയിക്കും, ഞാൻ വിജയിക്കും എന്നുള്ളൊരു വിജയഭാവത്തിൽ മാസ്സായിട്ടാട്ടോ കയറി വരുന്നത്. ആ മുഖഭാവവും നടപ്പുമൊക്കെ കണ്ട അങ്ങനെ തന്നെയാണ്. അകത്തേക്ക് കയറി വരുമ്പം ഇവർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇത് കഴിക്കുന്നതാണല്ലോ കാണുന്നത്. അന്നേരം ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കും. ആ പിടിച്ച ബോളി കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അലീന. കണ്ട പാവം തോന്നും. അപ്പോഴത്തേക്കും വൈജയന്തി അടുത്തോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട് തിന്നിട്ട് ഇരുന്ന് തിന്ന് നീ അങ്ങ്, ഇന്നത്തോടു കൂടി നിൻ്റെ തീറ്റ തീരും, ഇവിടുത്തെ ഒടുക്കത്തെ തീറ്റയായിരിക്കും. നാളെ നീ കണ്ടു എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്, നീ കളിച്ചത് വൈജയന്തിയോടാണ്, അത് മറന്നു പോകരുത്. നീ എന്താ കരുതത് എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലെന്നോ, എനിക്ക് ചോദിക്കാനായിട്ട് ഒരു ഡസനോളം ബന്ധുക്കളുണ്ടെടി, അവരെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട് അവരെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് എന്നാ ഉണ്ടാക്കാനാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് നീ കണ്ടു നാളെ എന്താ ഉണ്ടാക്കുന്നതെന്ന്, ഇവളുടെ കാലെ പിടിച്ച് വലിച്ച് എൻ്റെ ആങ്ങളമാർ പുറത്തു കൊണ്ട് തള്ളുമെന്ന് പറയുവാണ്. അന്നേരം പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് കൃഷ്ണമോള് പറയുമ്പം നടക്കില്ലയോ എന്ന് നമുക്ക് കാണാമെന്ന് പറയും. എന്നിട്ട് കുറേ ലിസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, ആരൊക്കെ വരുന്നേ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട് എൻ്റെ ആങ്ങളമാർ വരുന്നുണ്ട്, കമലെടുത്തി വരുന്നുണ്ട്, ഹരി വരുന്നുണ്ട്, പിന്നെ കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരാണ്ടൊക്കെ വരുന്നുണ്ട്, രാമുണ്ണി അമ്മാവൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും അവരൊക്കെ ഇപ്പം അവിടെ കൊല്ലപ്പള്ളിയിലുണ്ടോ അമ്മ എന്ന് ചോദിക്കുവാണ് രോഹിത്ത്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അന്നേരം അവരവിടെ ഉണ്ട്, നാളെ രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ കോളേജിൽ പോകുന്നില്ല, നാളെ ഇവിടെ ഒരു അടി കാണാനുള്ളതല്ലേ എന്ന് പറയും രോഹിത്ത്. അന്നേരം ബബിതയും പറയുന്നുണ്ട് ഞാനും പോകുന്നില്ല എന്ന്. അന്നേരം കൃഷ്ണമോള് പറയും ഞാൻ പോകും, കാരണം ഏത് പട്ടാളം വന്നാലും അച്ഛൻ്റെ അടുത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറയുമ്പോൾ കാണാം, നമുക്ക് നടക്കില്ലയോ എന്ന് കാണാമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. ഏതായാലും അത്രയൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് പോകുന്നു. നേരം ആകെ ടെൻഷനിലാണ് കൃഷ്ണമോള്. അലെനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും കാണുന്നില്ല, കാരണം ആകെ മുങ്ങിയ പിന്നെ കുളിരില്ല എന്ന് പറയുന്നൊരവസ്ഥയാണല്ലോ. അതുപോലെ കുറച്ച് നേരം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കാൻ തുടങ്ങുന്നതേക്കും ബബിത ഭയങ്കര സന്തോഷത്തിൽ ആ ബോളി അങ്ങ് നീക്കി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് തിന്നാൻ തുടങ്ങുവാണേ. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് നാണമില്ലേ ഇത് അലേനി ചേച്ചി ഉണ്ടാക്കിയതാണ് എന്ന്. അന്നേരം ബബിത പറയുവാണ് ഞാൻ എന്തിനാണ് നാണിക്കുന്നത്, ഈ വീട്ടിലുണ്ടാക്കുന്നത് എല്ലാം കഴിക്കാം, എല്ലാവർക്കും കഴിക്കാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലോ കഴിക്കാൻ, ഏതായാലും കഴിക്കേ എന്ന് പറയും. എന്നിട്ട് രോഹിത്തിനോടായിട്ട് പറയുന്നുണ്ട് ഏട്ടനും എടുത്ത് കഴിച്ചു ഓരണം, ഇനിയിപ്പം നാളെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എല്ലാവരും കൂടെ അലേനി ചേച്ചി ഇവിടുന്ന് അടിച്ചിറക്കി വിടാൻ പോകുമല്ലേ എന്നിങ്ങനെ പറയും. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട് ആദ്യം നീ നിൻ്റെ വായ നടച്ചു വയ്ക്കുക, ചീവീട് പോലെ എന്നെ ശല്യമാണെന്നറിയാവോ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് പുറത്തേക്ക് പോയി കഴിയുമ്പം കൃഷ്ണമോൾക്ക് ആകെ വിഷമമാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ. അന്നേരം അലീന അവിടെ ഇരുന്നിട്ട് വളരെ കൂളായിട്ട് ആ ചായയും പോളിയും കഴിക്കുവാണ്. എന്നിട്ട് അത് തണുത്തു പോകും മോള് കഴിക്കുക എന്ന് പറയും. അപ്പോൾ അലീന കൂളാണ് എന്നറിയുമ്പോൾ അത് കാണുന്ന ബബിതയ്ക്ക് ഒരിത്തിരി വിഷമം. ബബിത ഇങ്ങനെ വിഷമിച്ച് അലീനയുടെ മുഖത്തേക്ക് നോക്കുവാണെങ്കിൽ പേടിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പിന്നെ കാണിക്കുന്ന കൃഷ്ണമോളെ തന്നെയാണ്. രാത്രിയായപ്പോൾ കൃഷ്ണമോൾക്ക് ആകെ ടെൻഷൻ, എന്ത് ചെയ്യും എല്ലാവരും കൂടെ വരുമ്പം അലീന അവരൊക്കെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനാണ്. അത് കേൾക്കുന്ന അലീന പറയുന്നുണ്ട് മോൾ എന്തിനാണ് വിഷമിക്കുന്നത്, അന്ന് ആ ചേച്ചിയോട് അങ്ങനെയൊക്കെ കാണിച്ചത് അച്ഛൻ അറിയാതെയല്ലേ, ഇന്നിപ്പോൾ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാലോ, അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അച്ഛനോടൊപ്പം ചേച്ചീനെ അവരാരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴും കൃഷ്ണമോൾക്ക് ടെൻഷനാണ്. കൃഷ്ണമോൾ പറയുവാണ് നാളെ രാവിലെ തന്നെ എറണാകുളത്തേക്ക് പൊയ്ക്കോട്ടോ, അവർ വരുമ്പം ചേച്ചി ഇവിടെ കാണണ്ട എന്ന് പറയുമ്പം നോക്കട്ടെ നേരം വെളുക്കട്ടെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷ്ണമോൾക്ക് ഈ ടെൻഷൻ കാരണം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ലേ. നേരെ അലീന ബെഡൊക്കെ വിരിച്ച് കിടക്കാനുള്ളതൊക്കെ വിരിച്ചു അതേ പോയിരിക്കുക. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഇതെന്താ മോൾ ഇന്നും ഇവിടെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് പേടിയാണ് ചേച്ചിനെ ഈ റൂമിൽ തനിച്ചാക്കിയിട്ട് പോകാൻ, ആരെങ്കിലും ചേച്ചിനെ ഉപദ്രവിച്ചാലോ എന്ന് പറയുക. അന്നേരം അലീന ചോദിക്കും അതിങ്ങനെയാണ് ഈ വീടിനകത്ത് എന്നെ ഉപദ്രവിക്കുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല
പറ്റില്ല എന്ന് പറയുമ്പം ഇല്ലെന്നേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ സഹായിക്കാൻ ഇവിടെ ഈ വീടിനകത്ത് തന്നെ ആൾക്കാരുണ്ട്, അതാ പ്രശ്നം എന്ന് പറയുവാണ്. അന്നേരം അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, മോളിവിടെ കിടക്കുക എന്ന് പറയുവാണ്. അങ്ങനെ കൃഷ്ണമോളുടെ അടുത്ത് കിടക്കുന്നു. കൃഷ്ണമോൾക്ക് ടെൻഷനാണ് എന്നറിഞ്ഞുകൊണ്ട് തലയിലൊക്കെ ഒന്ന് തലോടി ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ നേരം വെളുത്തു. ഇവിടെ രേവതിക്കുട്ടിയും മാമച്ചായനും ഒക്കെ റെഡിയായി നമ്മുടെ കടപ്പാട്ടൂരേക്ക് വരാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നു. നേരം ഇറങ്ങുമ്പം ഗ്രേസിയമ്മ പ്രത്യേകം ജോസൂട്ടിയോട് പറയുന്നുണ്ട്, ഇവിടെ തന്നെ കാണണം, എല്ലാം തുറന്നിട്ടിട്ട് ക്രിക്കറ്റ് കളിക്കാനാണ് എന്ന് പറഞ്ഞ് പോയേക്കരുത് എന്നൊക്കെ പറയും. ഇല്ല, ഞാൻ ഒരിടത്തും പോകില്ല, ഇവിടെ തന്നെ കാണും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ജോസൂട്ടിക്ക് ആകെ പരിഭവമാട്ടോ. കാരണം എവിടെ പോയാലും ഇവർ 3 പേരൂടെയാണ് പോകുന്നത്. ഡ്രൈവറായിട്ടും ജോസൂട്ടിയെ കൂടെ കൂട്ടുന്നില്ല. അതിൻ്റെ ഒരു സങ്കടം. പിന്നെ കാണിക്കുന്നത് അവിടുന്ന് പുറപ്പാടിന് വേണ്ടി എല്ലാവരും തയ്യാറായി ഇറങ്ങുവാണ്. അതിനു മുമ്പ് ബാലേന്ദ്രനെ വിളിക്കുമോ, ഇനി ബാലേന്ദ്രൻ ഇവിടുന്ന് മുങ്ങിയോ എന്നറിയാൻ വേണ്ടി. ബാലേന്ദ്രൻ നീ അവിടെ തന്നെ ഇല്ലേ, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിങ്ങളെന്താ കരുതിയത്, നിങ്ങളെ പേടിച്ച് ഞാൻ ഒളിച്ചോടിയെന്ന് കരുതിയോ എന്ന് ചോദിക്കും. അന്നേരം അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ വരുമ്പോൾ നീ അവിടെ കാണാനല്ലോ, അല്ലെങ്കിൽ ശരിയാകില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് രാമുണ്ണി മാമൻ്റെ കുട്ടികളും വരുന്നുണ്ട്. അവർ വരാൻ ഇത്തിരി താമസിക്കുന്നു. ആ ഒരു താമസമേ ഉള്ളൂ, ഞങ്ങൾ അങ്ങോട്ട് എത്താനാണ്, ഞങ്ങളിപ്പോൾ തന്നെ എത്തും, ഞങ്ങളൊരു 9 പേരുണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, 9 ഉള്ളോ, ഞാനോർത്ത് 10-25 പേര് കാണുമെന്നാണ് ഓർത്തത് എന്ന് പറയും. അന്നേരം അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ ഈ 9 പേര് തന്നെ ധാരാളമാണ് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ, ഞങ്ങൾ അങ്ങോട്ട് വരും, വന്നിട്ട് അവിടുന്ന് അവിടുന്ന് അടിച്ചിറക്കി വിടുകയും ചെയ്യും, അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുകയും ചെയ്യും, തീർത്തിട്ടേ ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോരുള്ളൂ, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്. അങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഗ്രേസിയമ്മയും മാമച്ചാനും ഒക്കെ വരുന്നു. അന്നേരം ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോൾ കൂട്ടിക്കൊണ്ട് പോക്കോ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളങ്ങ് അനുഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രേവതിക്കുട്ടി കയറി വന്നതേ അതേ മൂക്ക്, അതേ മുഖം, അതേ ശബ്ദം എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തിയെ നോക്കിയിട്ട്. വൈജയന്തിക്കൊന്നും മനസ്സിലാകത്തൊന്നുമില്ലല്ലോ. എന്തായാലും ഗ്രേസിയമ്മയുടെ മാമച്ചായൻ്റെ മുമ്പിലും അലീനെ കൊച്ചാക്കി സംസാരിക്കുന്നുണ്ട് വൈജയന്തി. ഇതെല്ലാം കഴിഞ്ഞ് അലീന ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയുവാണ്, ഇവിടുന്ന് പോകണ്ട, പോയിട്ടുണ്ടെങ്കിൽ മാമച്ചായൻ്റെ വീട് കണ്ടുപിടിക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും, അവരവിടെ വന്ന് ഭീഷണിപ്പെടുത്തും, അതുകൊണ്ട് പോകണ്ട എന്ന് പറയുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.